മച്ചന്മാരെ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂലേക്ക് നമ്മുടെ ചാനലിൽ തങ്കളാൻ എന്ന് പറഞ്ഞ ഡീറ്റെയിൽ റിവ്യൂ കൊടുത്തിട്ടുണ്ട്. പാരഞ്ജിത്താണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തത്. നമുക്കറിയാം പാരഞ്ജിത്തെ കുറിച്ച് പറയുമ്പോൾ തൻ്റെ ചിത്രം എന്താണ് കാണുന്ന പാഷൻ കണ്ടു ചെയ്യുന്ന രീതിയിൽ ഒരു പരിധിക്ക് അപ്പുറത്തും കടിഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു വ്യക്തി തന്നെ പാരഞ്ജിത്ത്. കാരണം അതിന് ശക്തമായിട്ടുള്ള തൻ്റെ ചിത്രത്തിൽ എന്താണ് പറയാൻ ഉദ്ദേശിച്ചുള്ള കാര്യം ശക്തമായി തന്നെ പറയുകയും കാണുന്ന പ്രേക്ഷകരിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കഴിവുള്ള ഒരു ഡയറക്ഷൻ കം റൈറ്റർ ആണ് വിജയിക്കാൻ സാധിക്കും. രണ്ടും ചിത്രം ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ജി വി പ്രകാശ് കുമാറാണ്. കാരണം അധികം ഗംഭീരമായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ നമുക്ക് എല്ലാവർക്കും പറയാം. ഒരു ഏജിൽ കുറവാണെങ്കിൽ പോലും പല സിനിമ നമ്മളെ ഞെട്ടിച്ചുള്ള കഥാപാത്രം തന്നെ ജി വി പ്രകാശിൻ്റെ ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്. കാസ്റ്റിനൊക്കെ ഷിയാൻ വിക്രം, പാർവതി തിരുവോത്ത്, മാളവിക മോഹൻ, പശുപതി തുടങ്ങിയ പ്രധാനമായി കാസ്റ്റിംഗ് വന്നിട്ടുള്ളത്. ആ തങ്കളയുടെ സ്റ്റോറി എന്ന് വെച്ചാൽ ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഗംഭീരമായിട്ടുള്ള ഒരു സ്വർണത്തിന്റെ കടത്ത്, അതായത് KGF കാലഘട്ടം, അതായത് BC കാലഘട്ടമാണ്, നൂറ്റാണ്ടുകൾ കാലഘട്ടത്തിലൂടെ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ കാലത്ത് എങ്ങനെയാണ് അവർക്ക് ജനങ്ങൾക്ക് സ്വർണം കണ്ടെടുക്കലും സ്വർണം എങ്ങനെയാണ് വീണ്ടെടുക്കുക എന്നാണ് സ്റ്റോറി യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റോറിലോട്ട് സപ്പോർട്ട് ചെയ്യും മികച്ച പ്രകടനം പോസിറ്റീവ് എനിക്ക് തോന്നി ചെയ്യാനെന്ന് പറയുന്ന നടന്ന മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. കാരണം ഇമോഷൻസും ആ കോസ്റ്റ്യൂംസും കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു. അവർ സപ്പോർട്ട് ചെയ്യുന്നത് പാർവതി തിരുവോത്താണ് ചെയ്യാൻ വൈഫൈ വരുന്ന കഥാപാത്രം. കാരണം അവർ മികച്ച രീതിയിൽ തന്നെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. കാരണം കൈവിട്ട് പോകുന്ന പല പല സീൻസ് ഉണ്ടെങ്കിൽ പോലും ഗംഭീരം തന്നെ ചെയ്തു. മാളവിക മോഹനെ കുറിച്ച് എടുത്ത് പറഞ്ഞ കാരണം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണെങ്കിൽ പോലും ആ ഒരു ഓറ ഉണ്ട്. കാരണം അവരെ കാണിക്കുമ്പോൾ കാണുന്ന പ്രേക്ഷകർ ഭയക്കുന്നൊരു ഭയം, കാരണം ഇതിലുള്ള തങ്കലാൻ ടീംസ് ഭയക്കുന്നൊരു ഭയമുണ്ട്. പക്ഷെ അവരെ കാണുന്ന പ്രേക്ഷകർക്ക് ഭയക്കുന്നു. അത് ഗംഭീരമുള്ള സ്ക്രീൻ പ്രസൻസ് തന്നെയാണ്. കാരണം വെച്ചാൽ ഒരുപാട് പേര് ഇനി പറയും കുറേ അലറാനും അതുപോലെ തന്നെ കല്ല് പൊളിക്കുന്ന സീൻസ് മാത്രമേ ഉള്ളൂ എന്ന്. എങ്കിൽ പോലും ഒരു എന്താ പറയുക, ഒരു പഴയ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, നമ്മുടെ നൊസ്റ്റു കാലഘട്ടം അല്ലെങ്കിൽ BC കാലഘട്ടം, അന്നത്തെ കാലത്ത് ജനങ്ങൾ അനുഭവിച്ചുള്ള പ്രശ്നങ്ങളൊക്കെയാണ് റിയൽ ബേസ്ഡ് ആയിട്ട് പാരഞ്ജിത്ത് തങ്കലാൻ മൂവിൽ കാണാൻ സാധിച്ചത്. ആ തങ്കലാൻ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയി തന്നെ റിവ്യൂ നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യം നമ്മുടെ ഡീറ്റെയിൽ ആയി റിവ്യൂ കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നത്തെയും പോലത്തെ നമ്മുടെ ഇഷ്ടപ്പെടലേക്ക് ഷെയർ സബ്സ്ക്രൈബ് പരിഗണിക്കുക. വീണ്ടും മറ്റൊരു ഇതിൻ്റെ വരും. ബൈ ബൈ ഫ്രണ്ട്സ്.